25 വർഷമായി സ്കൂളിൽ ജോലി ചെയ്ത അധ്യാപകരെ മതിയായ യോഗ്യതയില്ല എന്ന പേരിൽ പിരിച്ചുവിട്ട നടപടിക്കെതിരെ വനിതാ കമ്മീഷൻ രംഗത്ത്. പിരിച്ചുവിട്ട അധ്യാപകരെ തിരിച്ചെടുക്കണമെന്ന് മലപ്പുറത്ത് നടന്ന സിറ്റിംഗിൽ വനിതാ കമ്മീഷൻ അംഗം VR മഹിളാമണി ഉത്തരവിട്ടു. വളരെ കുറഞ്ഞ വേതനത്തിൽ അധ്യാപകരെ ജോലി ചെയ്യുകയും പല കാരണങ്ങൾ പറഞ്ഞ് ഇവരെ വെട്ടിക്കുറയ്ക്കുകയും ചെയ്തു. പരാതിക്കാരായി വന്ന അധ്യാപകർ 40 വയസ്സിന് മുകളിലേറായതിനാൽ മറ്റു ജോലികളിലേക്ക് മാറാൻ പ്രയാസവുമാണ്. ബിരുദാനന്തര ബിരുദവും BEഡും മറ്റ് അധ്യാപക യോഗ്യതകൾ ഉണ്ടെങ്കിലും വേണ്ടത്ര യോഗ്യതകളില്ല, സർട്ടിഫിക്കറ്റ് കാണുന്നില്ല എന്ന് പറഞ്ഞാണ് ഇവരെ പിരിച്ചുവിട്ടിരിക്കുന്നത്. ഈ കേസിൽ മാനേജ്മെന്റിനോട് അധ്യാപകരെ തിരിച്ചെടുക്കാനും ആനുകൂല്യങ്ങൾ നൽകുന്നതിനും ശമ്പളം നൽകുന്ന റെക്കോർഡുകൾ സൂക്ഷിക്കണമെന്നും കമ്മീഷൻ നിർദ്ദേശിച്ചു. പൊതുവിദ്യാലയങ്ങളുണ്ടായ മികവ് അൺഎയ്ഡഡ് മേഖലയിൽ കുട്ടികളുടെ കുറവിന് കാരണമായിട്ടുണ്ടെന്നും ഇക്കാരണങ്ങൾ കൊണ്ട് ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന അധ്യാപകർ തൊഴിൽ ചൂഷണത്തിന് വിധേയരാകുന്നുണ്ടെന്നും കമ്മീഷൻ വിലയിരുത്തി. ഈ വിഷയത്തിൽ അഭിമുഖീകരിച്ച് വനിതാ കമ്മീഷൻ നേതൃത്വത്തിൽ കഴിഞ്ഞ സെപ്റ്റംബറിൽ കോഴിക്കോട് വെച്ച് പബ്ലിക് ഹിയറിംഗ് സംഘടിപ്പിച്ചിരുന്നു. അവിടെ ചർച്ചാ വിഷയമായ പ്രശ്നങ്ങൾ തന്നെയാണ് അദാലത്ത് മുമ്പാകെ വന്നിട്ടുള്ളത്. ഈ വിഷയത്തിലുള്ള റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കുമെന്നും കമ്മീഷൻ പറഞ്ഞു. കുടുംബ പ്രശ്നങ്ങളിലെ 15 ദിവസത്തിനകത്ത് ഭർത്താവിൽ നിന്നും പിരിഞ്ഞ് താമസിച്ചു എന്ന കാരണത്താൽ കുട്ടിയുടെ പുതുത്വത്തിൽ സംശയം പ്രകടിപ്പിച്ച DNA ടെസ്റ്റ് ആവശ്യപ്പെട്ട കേസിൽ യുവതിക്ക് ആവശ്യമായ പിന്തുണ നൽകാൻ കമ്മീഷൻ തീരുമാനിച്ചു. DNA ടെസ്റ്റ് നടത്താൻ ആവശ്യമായ സാമ്പത്തിക ശേഷിയില്ലാത്തതിനാൽ യുവതിക്ക് ഇതിനുള്ള സഹായങ്ങൾ കമ്മീഷൻ നൽകും. മലപ്പുറം ജില്ലാതല അദാലത്തിൽ 7 പരാതികൾ തീർപ്പാക്കി. പരിഗണിക്കുന്ന 38 പരാതികളിൽ 6 കേസുകൾ തുടർ നടപടിക്കായി പോലീസിന് കൈമാറി. ഒരു കേസിൽ DNA പരിശോധനക്കും 1 ലീഗൽ സർവീസ് അതോറിറ്റിയുടെ പരിഗണനക്കും കൈമാറി. 23 കേസുകൾ അടുത്ത അദാലത്തിലേക്ക് മാറ്റി. പരാതികളിൽ ഭൂരിഭാഗവും ഗാർഹിക പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടതാണെന്നും മറ്റ് കേസുകൾ വളരെ കുറവാണെന്നും കമ്മീഷൻ അംഗം പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന അദാലത്തിൽ അഡ്വക്കേറ്റ് ബീന കുരുവത്ത്, അഡ്വക്കേറ്റ് PP ഷീല, കൗൺസിലർ സുദീപ് നാരായണൻ, വനിതാ ശിശുവികസന വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവരും സംബന്ധിച്ചു. അൺഎയ്ഡഡ് മേഖലയിൽ പണിയെടുക്കുന്ന അധ്യാപികമാരെ മാനേജ്മെന്റിന് ഇഷ്ടമുള്ള സമയത്ത് പിരിച്ചുവിടാനും ഇഷ്ടമുള്ള സമയത്ത് കൂലി കുറയ്ക്കുന്നതിനും ആവശ്യമായിട്ടുള്ള ഏറ്റവും ബുദ്ധിമുട്ടുള്ള സാഹചര്യം അവർക്ക് മേൽ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും വിഷമമുണ്ടാക്കുന്നൊരു സാഹചര്യമാണ്. 10-25 വർഷം സർവീസുള്ള ഒരു ടീച്ചറിനെ ഒരു സമയത്ത് അവർ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ക്ലാസ്സിൽ നിന്നും തരം താഴ്ത്തിക്കൊണ്ട് കിട്ടിക്കൊണ്ടിരുന്ന ആയിരക്കണക്കിന് രൂപയുടെ കുറവാണ് ഓരോ മാസവും വരുത്തുകയും ഒരു സുപ്രഭാതത്തിൽ ജോലിക്ക് വരുമ്പോൾ ടീച്ചറിന് ജോലി ഇല്ലാതാവുകയും ചെയ്യുന്ന അവസ്ഥ. ഇതിനൊരു കാരണമായിട്ട് പറയുന്നത് മതിയായിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഇല്ലെന്നാണ്. PGയും അതുപോലെ തന്നെ അധ്യാപക വൃത്തിക്കുള്ള സ്പെഷ്യൽ ക്വാളിഫിക്കേഷൻ കൂടെ പാസ്സായിട്ടുള്ള DEഡും BEഡും ഒക്കെ പാസ്സായിട്ടുള്ള അധ്യാപികന്മാരെ അവർക്കൊരു PSC ജോലി ലഭിക്കുന്നതിന് ആവശ്യമായിട്ട് ശ്രമിക്കുന്നതിനുള്ള പ്രായം കൂടി കഴിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ മാനേജ്മെന്റ് പിരിച്ചുവിടുന്നു എന്ന് പറയുന്നത് അത്യന്തം വിഷമകരമായിട്ടുള്ളത്. ഓരോ അധ്യാപികമാരുടെയും സാഹചര്യം പരിശോധിക്കുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ഇനി ഒരു PSC പഠിച്ചൊരു ജോലിയിലേക്ക് വരാനുള്ള അവസരമില്ല എന്നുള്ളതാണ് ഏറ്റവും വിഷമം ഉണ്ടാക്കുന്ന കാര്യം. മറ്റൊന്ന്, മാനേജ്മെന്റ് എടുക്കുന്ന ഏറ്റവും വല്ലാതെ വിഷമിപ്പിക്കുന്ന അവരുടെ തൊഴിലിനെ ഇല്ലാതാക്കുന്ന നടപടികൾ വനിതാ കമ്മീഷനെ സംബന്ധിച്ച് അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഇലക്ട്രോണിക്സ് ഗൃഹോപകരണങ്ങൾ വാങ്ങുമ്പോൾ വിശ്വസ്തതയ്ക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കാറില്ലേ? എങ്കിൽ വരൂ സോഡിയാക് ഇലക്ട്രോണിക്സിലേക്ക്. മറ്റാർക്കും അവകാശപ്പെടാനാവാത്ത 35 വർഷത്തെ സേവന പാരമ്പര്യമുള്ള മലപ്പുറത്തെ ഏക ഷോറൂം. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, LED TV, മിക്സി, ഓവൻ തുടങ്ങിയ ഗൃഹോപകരണങ്ങളുടെ വിപുലമായ ശ്രേണിയിൽ നിന്നും തിരഞ്ഞെടുക്കാം. കൂടാതെ നിങ്ങളുടെ പഴയ പ്രൊഡക്റ്റുകൾ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും ഒപ്പം ഏറ്റവും മികച്ച വിൽപ്പനാനന്തര സേവനവും. മലപ്പുറത്തിന്റെ വിശ്വസ്ത ഹോം അപ്ലയൻസസ് partner Zodiac Electronics.